കഥ ആടുമോഷണം. രചന ഫിറോസ് ബാബു. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോഴാണ് ആട് താത്താനെ കണ്ടത്. അനിയന്റെ ബൈക്കിലായിരുന്നു യാത്ര. മദ്രസന്തോട് കഴിഞ്ഞ് വളവ് നിവർന്നപ്പോഴുണ്ട് എന്നെയും ഭാര്യയെയും തുറിച്ചു നോക്കിക്കൊണ്ട് താത്ത നിൽക്കുന്നു. താത്താനെ കണ്ട പരിഭ്രമത്തിൽ ആക്സിലേറ്റർ കൊടുക്കാഞ്ഞിട്ടോ എന്തോ ബൈക്ക് ഓഫാകുകയും ചെയ്തു. ബൈക്ക് വേഗം സ്റ്റാർട്ട് ചെയ്ത് താത്താന്റെ മുഖത്തേക്ക് നോക്കാതെ വേഗം വിട്ടുപോയി. ബൈക്ക് എടുത്ത് പോരാൻ നിന്നപ്പോൾ തന്നെ അനിയൻ ഹെൽമറ്റ് എടുത്ത് തന്നതാണ്. ഞാനത് വാങ്ങിയില്ല. ഹെൽമറ്റ് എനിക്ക് അലർജിയാണ്. ആ ഹെൽമറ്റ് വാങ്ങി തലയിൽ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നി. താത്താന്റെ തുറിച്ചുള്ള നോട്ടം ഭാര്യയിൽ അമ്പരപ്പുള്ളവാക്കിയിരുന്നു. ആ താത്ത? ഭാര്യ ചോദിച്ചു. അറിയില്ല, ഞാൻ പറഞ്ഞു. പിന്നെന്താ അത് മനുഷ്യന്മാരെ കാണാത്ത പോലെ നോക്കണത്? അതിന് പിരാന്തായി കാണും, ഞാൻ വീണ്ടും മറുപടി പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞൊപ്പിച്ചുവെങ്കിലും കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ആ സ്ത്രീയുടെ മുന്നിൽ തന്നെ ചെന്ന് ചാടിയതിന്റെ ചടപ്പ് എനിക്കുണ്ടായിരുന്നു. ബൈക്ക് മയിലാടിപ്പാലവും ഫോറസ്റ്റും കടന്നു പോയപ്പോൾ ഞാനും താത്തയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഓർത്തു. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഏറെ മാനക്കേടുണ്ടാക്കിയ കഥ. വർഷങ്ങൾക്ക് മുമ്പ് രാത്രി 10:30 മണിക്ക് ഉർവശി ബാർ അടച്ച് സെക്യൂരിറ്റി കുടിയന്മാരെയൊക്കെ പുറത്താക്കി. ഗേറ്റ് പൂട്ടുമ്പോൾ പുറത്തേക്ക് വന്ന കരിന്താറുകളിൽ ഒരുവനായി ഞാനും ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് 10-20 ദിവസമായിരുന്നു. തട്ടുകടയിലെ പണിയൊക്കെ കളഞ്ഞ് ഹിപ്പികളെ പോലെ നടക്കുകയായിരുന്നു അന്ന്. രാവിലെ 9 മണിയാകുമ്പോൾ ബാറിന് മുൻപിലെത്തും. രാത്രി 10:30 മണിക്ക് ബാർ അടക്കുമ്പോൾ മാത്രമാണ് VK റോഡ് വിട്ടു പോരുക. വെള്ളമടിയും കഞ്ചാവടിയും നടക്കും. ഭക്ഷണത്തിന് ദാരിദ്ര്യമായിരുന്നു. മുൻപ് ജോലി ചെയ്തിരുന്ന തട്ടുകട നിന്നിരുന്ന സ്ഥലത്തുള്ള കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു കിടത്തം. നിലമ്പൂരിലെ കോടീശ്വരൻ ആദ്യമായി ടൗണിൽ പണി കഴിപ്പിച്ച കെട്ടിടമായിരുന്നു അത്. ആ കെട്ടിടത്തിൽ കേരളത്തിലെ അന്നത്തെ പ്രശസ്തമായ തൃശ്ശൂർക്കാരുടെ ഒരു ജ്വല്ലറിയും ഉണ്ടായിരുന്നു. ജ്വല്ലറിയുടെ സെക്യൂരിറ്റിക്കാരൻ രാത്രി 11 മണിയാകുമ്പോൾ തന്നെ തന്റെ ഡ്യൂട്ടി ആരംഭിച്ച് കൂർക്കം വലിച്ചിറങ്ങുമായിരുന്നു. സെക്യൂരിറ്റി ഡ്യൂട്ടി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ബാറിലെ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ എത്തുക. പഴയ മുതലാളി തട്ടുകടയിൽ കച്ചവട തിരക്കിലായിരിക്കും. അയാൾ എന്നെ കണ്ടാൽ പണിക്ക് വരാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതിന് ഉപദേശിക്കും. ഞാൻ വീട്ടിൽ പോകാതെ കെട്ടിടത്തിന് മുകളിലാണ് കിടന്നുറങ്ങുന്നതെന്ന് അയാൾക്ക് അറിയില്ല. ആ രഹസ്യം അയാൾ അറിയാതിരിക്കാൻ ഞാൻ മെയിൻ റോഡിലൂടെ വരാതെ കോവിലക റോഡ് വഴി വന്ന് ഈ കെട്ടിടത്തിന് ചാരി. മെയിൻ റോഡിലേക്ക് ജോയിന്റ് ആകുന്ന റോഡിലൂടെ വന്ന് മതിലിൽ കയറി കെട്ടിടത്തിന് ചാടിയാണ് മതിൽ. 2ാം നിലയിലേക്ക് കയറി മുകളിലേക്ക് പോകുകയാണ് ചെയ്തിരുന്നത്. സെക്യൂരിറ്റിക്ക് അറിയാമായിരുന്നു ഞാനവിടെ കിടക്കാറുണ്ടെന്ന്. അയാൾ തട്ടുകടയിൽ വന്ന് മുതലാളി ഇല്ലാത്ത സമയത്ത് കട്ടൻ ചായ കുടിക്കുമ്പോഴോ ചെറുകടി തിന്നുമ്പോഴോ ഞാൻ പൈസ വാങ്ങിയിരുന്നില്ല. സെക്യൂരിറ്റി പണിക്ക് ചെറിയ ശമ്പളമേ അയാൾക്കന്നുണ്ടായിരുന്നുള്ളൂ. പകൽ അയാൾ കാട്ടുമുണ്ടയിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നു. ഫറൂഖിലായിരുന്നു അയാളുടെ വീട്. സാധു മനുഷ്യനായിരുന്നു. പതിവ് പോലെ ബാറിന് വെളിയിലെത്തിയ ഞാൻ ഒരു സിഗരറ്റൊക്കെ വലിച്ച് അവിടെ ഒരു പീടിക കൊലായിലിരുന്നു. ബാറടിച്ചാൽ പിന്നെ VK റോഡ് ഉറങ്ങും. പിന്നെ ഇവിടെ മുട്ടി തിരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. കെട്ടിടത്തിന്റെ മുകളിൽ പോയി കിടന്നുറങ്ങാൻ ഉറച്ച് ഞാൻ എഴുന്നേറ്റ് നടന്നു. ബാറിന് ഓപ്പോസിറ്റുള്ള കള്ളുഷാപ്പിലേക്ക് നോക്കിയപ്പോൾ 2 ആടുകളെ കണ്ടു. തൊട്ടടുത്തുള്ളത് മട്ടൻ മാനുവിന്റെ കടയാണ്. ആടുകളെ കെട്ടിയിരിക്കുന്നത് മനോഹരേട്ടന്റെ കള്ളുഷാപ്പിന്റെ കമ്പിവേലിന്മേലാണ്. ഞാൻ അങ്ങോട്ട് ചെന്നു. നല്ല 2 ആടുകൾ. അടുത്തെങ്ങും ഒരു മനുഷ്യജീവിയെയും കാണുന്നില്ല. ഉപ്പയും ഉമ്മയും ആടുകളെ വളർത്തിയിരുന്നു. ഉപ്പ പാവമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളതും ഉപ്പാനെ തന്നെയാണ്. ഞാൻ ആലോചിച്ചു, ഈ ആടുകളെ ഇവിടെ നിന്ന് കടത്തി വീട്ടിലെത്തിച്ചാൽ പൈസ കിട്ടും. ഞാൻ ലോറിയിൽ ക്ലീനറായി പോകുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോന്നത്. ആടിനെ മൈസൂരിൽ നിന്ന് വാങ്ങിയതാണെന്ന് കള്ളവും പറയാം. ഞാൻ നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയി. KCയെ എവിടെയും കാണുന്നില്ല. 1-2 ഓട്ടോക്കാരോട് അന്വേഷിച്ചപ്പോൾ അവൻ വടപ്പുറത്തേക്ക് ഓട്ടം പോയതാണെന്ന് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് അവൻ വന്നു. ഞാൻ അവനോട് കാര്യം പറഞ്ഞു. മട്ടൻ മാനുവിന്റെ കടയുടെ സൈഡിൽ 2 ആടുകളുണ്ട്. വീട്ടിലെത്തിച്ചാൽ പൈസയാണ്. വണ്ടി വാടകയും തരാം, ഷെയറും തരാം.
പറമ്പാടാ, ഇച്ച ഒരു ചൊറയും വരരുത് ഇഞ്ച വണ്ടിക്കും. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഇജ്ജ് കേറ്റിക്കോ, കേസി പറഞ്ഞു. പിന്നെ ആടായതുകൊണ്ട് വണ്ടി കയറ്റിയാൽ പുറണിയിട്ട് അരപ്പാക്കും. അതോട് ഇജ്ജ് 100 ഉറുപ്പ്യ വണ്ടിക്കൂലി തരണം, പറ്റുമോ? കേസി തുടർന്നു. ഇച്ച് ഷെയറൊന്നും വേണ്ട. അന്നെ പൊക്കിയാൽ ഇഞ്ച വണ്ടിയിലാണ് ആടിനെ കടത്തിയെന്ന് ആരോടും പറയരുത്. സമ്മതിച്ചാ? ഞാൻ സമ്മതിച്ചു. ഞങ്ങൾ കള്ളുഷാപ്പിനടുത്തേക്ക് ഓട്ടോ വിട്ടു. ഓട്ടോയുടെ വെളിച്ചം കണ്ടപ്പോൾ ആടുകൾ പരിഭ്രമിച്ചിരുന്നു. 2 പേരെയും കെട്ടഴിച്ച് ഞാൻ ഓട്ടോയിലേക്ക് തള്ളി കയറ്റി. ആദ്യം കയറ്റിയ ആട് രക്ഷപ്പെടാതിരിക്കാൻ ഓട്ടോയുടെ കമ്പിയിൽ പിടിച്ചു കെട്ടിയിരുന്നു. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഇറക്കമിറങ്ങുമ്പോൾ തന്നെ ആടുകൾ കരയാൻ തുടങ്ങിയിരുന്നു. ഒരാട് വണ്ടിയിൽ പുറണിയിടുകയും മൂത്രമൊഴിക്കുകയും ചെയ്തു. എടാ, ഇഞ്ച വണ്ടി ആട് തൂറയും പാത്തി ആകെ അരപ്പാക്കിയില്ലേ എന്ന് കേസി ചോദിക്കുന്നുണ്ടായിരുന്നു. വണ്ടി വീടിന്റെ പടിക്കലെത്തി. ഞാൻ ആദ്യത്തെ ആടിനെ വീടിന്റെ മുമ്പിൽ തന്നെയുള്ള മാവിന്മേൽ കെട്ടിയിട്ടു. രണ്ടാമത്തേതിനെ. കൂട്ടിലെ ആടുകൾ കരയുകയാണെന്ന് കരുതിയിട്ടാവണം ഈ ആടുകളുടെ കരച്ചിൽ കേട്ട് ഉമ്മയും ഉപ്പയും ഉണർന്നിരുന്നു. ഉമ്മയും കൂടെ ഉപ്പയും വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അവതരിപ്പിച്ചു. മൈസൂരിൽ നിന്ന് 1000 രൂപയ്ക്ക് വാങ്ങിയ ആടുകളാണെന്നും എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ലോറി ഡ്രൈവറാണ് പൈസ തന്നതെന്നും ലോറിയിലെ ലോഡ് കോട്ടയത്തേക്കാണെന്നും ഡ്രൈവർ ചന്തക്കുന്നിൽ ലോറിയുമായി കാത്തു നിൽക്കുകയാണെന്നും കേസിക്ക് 100 രൂപ ഓട്ടോ കൂലി കൊടുക്കണമെന്നും പറഞ്ഞു. 2 പേർക്കും ആടുകളെ ഇഷ്ടമായെങ്കിലും ഉമ്മാക്ക് ഞങ്ങൾ രണ്ടും തരികിടയായതുകൊണ്ട് സംശയമായി. ചന്തക്കുന്നമെന്ന് ഇങ്ങോട്ട് 100 റുപ്യ വണ്ടിക്കൂലിയോ? ഉമ്മ സംശയത്തോടെ ചോദിച്ചു. ഉമ്മ, ഓൻ്റെ വണ്ടി ആട് തൂറിയും പാത്തി അരപ്പാക്കിക്കണ്. വാടക 100 വേണമെന്ന് ഓൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. ആടിനെ കൊണ്ടുപോണ വണ്ടിയല്ലല്ലോ, മനസ്സിനെ കൊണ്ടുപോണ വണ്ടിയല്ലേ. ഉപ്പ പിന്നെ തർക്കിക്കാനൊന്നും നിന്നില്ല. എനിക്ക് 1000 അവന് 100 കൊടുത്തു. എന്നാൽ ഞാൻ പോയി ലോഡ് ഇറക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ ഓട്ടോയിൽ കയറി. തിരിച്ചു പോന്നപ്പോൾ കേസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പറമ്പാടാ, ഞാനൊക്കെ ഒരുപാട് മനുഷ്യന്മാരെ പറ്റിച്ചിക്കണ്. പക്ഷേ സ്വന്തം ഉമ്മാനി ഉപ്പാനി ഇതുവരെ പറ്റിച്ചിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ചാൻ അറിയാത്തവരാണ് സ്വന്തം വീട്ടുകാരെ പറ്റിച്ചല്. കേസിയുടെ ഡയലോഗ് കേട്ട ഞാൻ ചമ്മിപ്പോയി. ഞാൻ മനസ്സിൽ പറഞ്ഞു, നീ എന്നെ ഉപദേശിക്കേണ്ടടാ പട്ടി. ഓട്ടോ നിലമ്പൂരിലെത്തി. ഞാൻ കെട്ടിടത്തിന് മുകളിലേക്ക് പോയി. കേസി ഓട്ടോ സ്റ്റാൻഡിലേക്കും. രാവിലെ എഴുന്നേറ്റ് കോവിലകം കടവിൽ പോയി കുളിച്ച് ടൗണിൽ തിരിച്ചെത്തി. എടവണ്ണയിലേക്ക് ബസ് കയറി. അവിടെ നിന്ന് ചാത്തല്ലൂരിലേക്ക് പോയി. ഷംസുവിന്റെ വീട്ടിലെത്തി. അവനെയും കൂട്ടി കോഴിക്കോടിന് ബസ് കയറി. പാളയത്ത് റൂം എടുത്ത് ഉപ്പാനെ പറ്റിച്ച 1000 തീരുന്നതുവരെ അവിടെ വെള്ളമടിയുമായി കൂടി. നാട്ടിൽ നടന്ന കഥ. മദ്രസം തൊടുവിലെ താത്താന്റെ 2 ആടുകളെ കാണാതായി. കൂട്ടിൽ നിന്നാണ് ആടുകൾ മോഷണം പോയത്. അവർ പരിചയക്കാരെ എല്ലാവരെയും അറിയിച്ചിരുന്നു, എന്റെ ആടുകളെ കണ്ടാൽ അറിയിക്കണമെന്ന്. അങ്ങനെ അവരോട് ആരോ പറഞ്ഞു, ചാരംകുളത്തെ ഇന്ന വീട്ടിൽ 2 പുതിയ ആടുകൾ വന്നിട്ടുണ്ടെന്ന്. താത്ത വന്ന് നോക്കിയപ്പോൾ തന്റെ ആടുകളാണ്. താത്താനെ കണ്ടതും ആടുകൾ ഉറക്കെ കരഞ്ഞു. താത്ത പറഞ്ഞു, ഇതെന്റെ ആടുകളാണെന്ന്. താത്തയുടെ 2 അയൽവാസികളും പറഞ്ഞു, ഇത് താത്താന്റെ ആടുകൾ തന്നെയാണെന്ന്. ഇതെന്റെ മൂത്ത മകൻ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന ആടുകളാണെന്ന് ഉപ്പ പറഞ്ഞു. നിങ്ങളൊന്നും മുണ്ടാതെ നിന്നാണേ, നിങ്ങളെ മൂത്ത മകൻ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന ആട്, ഉമ്മ പറഞ്ഞു. ഉമ്മാക്കെല്ലാം മനസ്സിലായിരുന്നു ആടുകളെ ഞാൻ മോഷ്ടിച്ചതാണെന്നും. എന്നെ എന്റെ ഉമ്മാക്ക് അറിയുന്ന പോലെ വേറെ ആർക്കാണ് അറിയുക? ആട് മോഷണ കഥ നാട്ടിൽ മൊത്തം പാട്ടായി. മോഷ്ടിച്ച ആടുകളെ വാങ്ങിയ ഉമ്മയും ഉപ്പയും 3 ദിവസത്തോളം അതിനെ തീറ്റിപ്പോറ്റി. അതിനുശേഷമാണ് താത്ത ആടിനെ കുറിച്ച് വിവരം കിട്ടിയപ്പോൾ അന്വേഷിച്ചു വന്നത്. ഉമ്മ ആടുകളെ അഴിച്ച് താത്താക്ക് കൊടുത്തു. കയ്യിൽ പൈസയുള്ളത് കൊണ്ട് ഞാൻ നിലമ്പൂർ പഞ്ചായത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഉമ്മയ്ക്ക് അറിയാമായിരുന്നു. പൈസയെല്ലാം തീർന്നു. ഞങ്ങൾ തിരിച്ചു പോന്നു.
ഷംസ് അവന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ രാത്രി 2 മണിയായപ്പോൾ വീട്ടിലെത്തി ഉമ്മാനെ വിളിച്ചു. ഉമ്മ വാതിൽ തുറന്നു. ആ ബാബു ജി ലോറി പോയി വന്നൂലേ? പൈസ നല്ലോം കിട്ടിയിട്ടുണ്ടാകൂലേ? ഉമ്മ ചോദിച്ചു. പൈസ നാളെ കൂട്ടിത്തരാന്നാ ഡ്രൈവർ പറഞ്ഞതുമ്മ, ഞാൻ പറഞ്ഞു. ഉപ്പ എഴുന്നേറ്റ് വന്ന് ഒച്ചയിട്ടു. മനസ്സിനെ മാനം കെടുത്താനായിട്ടുണ്ടായ മൂത്ത സന്തതി. എവിടുന്നാണ് ഇജ്ജ ആടിനെ കട്ട് കൊണ്ടുവന്നത്? എല്ലാ കഥകളും പൊളിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. VK റോഡുമേ മട്ടൻ മാനുവിന്റെ പീടിയന്റെ അരത്ത് മനോഹരേട്ടന്റെ കള്ളുസാപ്പിന്റെ മുന്നിൽ നിന്നാണ് ഐറ്റനെ കിട്ടിയത്. അന്റെ മനോഹരേട്ടന്റെ കള്ളുസാപ്പ് ഒലക്കയാണ്. ആ മദ്രസും തൊടുത്ത താത്താന്റെ ആടിനെ കൂട്ടുന്ന കട്ടുങ്ങാണ്ട് നായേ. ഞാൻ ആകെ കൺഫ്യൂഷനിലായി. രാവിലെ ഉമ്മ എന്നെയും കൊണ്ട് താത്താന്റെ അടുത്ത് പോയി. ഇവനാണ് ഇങ്ങളെ ആടിനെ കട്ടാൻ ഞങ്ങളുടെ മകൻ, ഉമ്മ പറഞ്ഞു. ഞാൻ തലയും താത്തി ഒന്നും മിണ്ടാതെ നിന്നു. രാത്രി ഒരു 10-10:15 ആടുകൾ കരയണ ഒച്ച കേട്ടീനി. പിന്നെ കരച്ചില് കേട്ടില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. അപ്പോഴാണ് ജിഞ്ച് ആടിനെ കൊണ്ട് പോയത്, താത്ത പറഞ്ഞു. ഞാൻ കുറെ പറഞ്ഞു നോക്കി. നിങ്ങളെ ആടിനെ എനിക്ക് കിട്ടിയത് ബാറിന് മുന്നിലെ കള്ളുഷാപ്പിന് മുന്നിൽ നിന്നാണെന്ന്. ആരും വിശ്വസിച്ചില്ല. മദ്രസും തൊടിയിലെ വീട്ടിലെ കൂട്ടിൽ കിടന്ന ആടുകൾ എങ്ങനെ ഉർവശി ബാറിന് മുന്നിലെത്തി? അപ്പോൾ എനിക്ക് മുമ്പ് ഒരു കള്ളൻ വീട്ടിൽ നിന്ന് ആടുകളെ കടത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആടുകളെ മോഷ്ടിച്ച ശേഷം കള്ളുഷാപ്പിന്റെ മുന്നിൽ നിന്ന് കെട്ടിയിട്ട് എങ്ങോട്ടോ തിരിഞ്ഞ സമയത്താണ് ഞാൻ വന്ന് ആടുകളെ കാണുകയും കേസിയുമായി വന്ന് ആടുകളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടാവുക. 2 മാസം കഴിഞ്ഞ് ഞാൻ ആടുതാത്താന്റെ വീടിന് മുൻപിലൂടെ നടന്നു പോകുമ്പോൾ കൊലായിലിരിക്കുന്ന നല്ല പരിചയമുള്ള ഒരാളെ കണ്ടു. ബാറിലെ 13ന്റെ കൗണ്ടറിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഒരാളായിരുന്നു അത്. എന്നെപ്പോലെ ഒരു കഥാപാത്രം. ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല എങ്കിലും എനിക്ക് അയാളെയും അയാൾക്ക് എന്നെയും അറിയാമായിരുന്നു. മദ്യപിച്ചിട്ടല്ലാതെ ഒരിക്കൽ പോലും ഞാൻ അയാളെ കണ്ടിട്ടില്ല. അയാൾ ആടുതാത്താന്റെ അനിയനായിരുന്നു. അയാൾ എന്നെ നോക്കി 32 പല്ലും കാണുന്ന വിധത്തിൽ ചിരിച്ചു. ഞാനും അയാളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ ഇത്രയും കാലം തിരഞ്ഞു നടന്ന പ്രതിയെ കിട്ടിയ സന്തോഷം. ആ താത്തയാണ് എന്നെയും ഭാര്യയെയും തുറിച്ചു നോക്കിയ ഈ താത്ത. എന്റെ ആടുകളെ മോഷ്ടിച്ച് ഇവനും പെണ്ണ് കിട്ടിയോ എന്നായിരുന്നു താത്തയുടെ നോട്ടത്തിന്റെ അർത്ഥം.